എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ പ്രഗ്നന്റ്. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായാ? നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു അവള്. എന്നോട് ബോയ്ഫ്രണ്ട്, ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉപദ്രവിച്ചു എന്നെ. എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി, നല്ലപോലെ ഉപദ്രവിച്ചു. അപ്പൊ ഫസ്മിന സാക്കിർ അങ്ങനെ പറയുന്നതിനേക്കാളും പലർക്കും പരിചയം നമ്മുടെ തൊപ്പിയുടെ മുൻ കാമുകി എന്ന് പറയുന്നതായിരിക്കും. പുള്ളിക്കാരി അറിയാത്തവര് കുറവായിരിക്കും. തൊപ്പിയുമായി പ്രണയത്തിലായതിനു ശേഷം പുള്ളിക്കാരി വൻ രീതിയിലുള്ള ഫെയിമിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരുപാട് പേർ അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കാലത്തെ പ്രണയത്തിന് ശേഷം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് തൊപ്പിയും ഫസ്മിനയും തമ്മിൽ ബ്രേക്കപ്പ് ആകുന്നത് അല്ലെ? അതിനുശേഷം ഫസ്മിന മറ്റൊരുത്തനുമായി പ്രണയത്തിലായിട്ടുണ്ടായിരുന്നു. ലല്ലു ഇബി അങ്ങനെ എന്തോ അങ്ങനെയാണ് ആ പയ്യന് ഇൻസ്റ്റാഗ്രാം പേര്. എന്തായാലും ഈ പയ്യനുമായി കമ്മിറ്റഡ് ആയതിനു ശേഷം ഇപ്പൊ ഫസ്മിനയും ഈ പയ്യനും ഒരുമിച്ചാണ് താമസം. എന്തായാലും ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു റീൽ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒരു ദിവസം നട്ടപാതിരക്ക് റോഡിലൂടെ ഇറങ്ങി നടക്കണം. എങ്ങനെ നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് അല്ലേ? നമ്മൾ രണ്ടുപേരും മാത്രം ഒറ്റയ്ക്ക്. ആ ഇതെങ്കിലും ഒന്ന് നടന്നിട്ടിയാ മതിയേനു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. എന്നിരുന്നാലും ഫസ്മിനയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വൻ രീതിയിലുള്ള ഒരു വിവാദം സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നല്ലേ, അതായത് ഫസ്മിന താമസിക്കുന്നത് കൊച്ചിയിലെങ്ങാനുമാണ്. അവിടെ 2-3 സുഹൃത്തുക്കളുമായി റൂം ഷെയർ ചെയ്തിട്ടാണ് ഫസ്മിന താമസിക്കുന്നത്. അങ്ങനെ ഈ പയ്യനുമായി പ്രണയത്തിലായതിനു ശേഷം ഫസ്മിന എന്താക്കി, അവർക്കിടയിലേക്ക് ഈ പയ്യനെയും കൂടി കൊണ്ടുവന്ന് താമസിക്കാൻ. അങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് റൂം ഷെയർ ചെയ്ത് അങ്ങ് താമസം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്മിനയുടെ കൂടെ തന്നെ താമസിക്കുന്ന അസ്വിന എന്ന് പറയുന്ന പെൺകുട്ടി ഫസ്മിനക്കെതിരെയും കാമുകനെതിരെയും രംഗത്ത് വരുന്നത്. നമുക്ക് എന്തായാലും പുള്ളിക്കാരിക്ക് പറയാളൊന്ന് കേട്ടോക്കാം. എന്നോട് ബോയ്ഫ്രണ്ട്, ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉപദ്രവിച്ചു എന്നെ. എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി, നല്ലപോലെ ഉപദ്രവിച്ച്. എന്നിട്ട് ഞാൻ എന്റെ ബോഡി ഫുള്ള് ഞാൻ എന്റെ അമ്മേനെയും ഡോക്ടറിനെയും കാണിച്ചപ്പോൾ ഡോക്ടേഴ്സും അവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് ഞങ്ങളോട് കേസ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഫസ്മിനയുടെ കാമുകൻ തന്നെ തല്ലി എന്നുള്ളതാണ് ഇവിടെ അസ്മിന എന്ന് പറയുന്ന ഫസ്മിനയുടെ സുഹൃത്ത് പറയുന്നത് അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരി കേസും കൊടുത്തു അല്ലെ? അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, എന്തിനായിരിക്കും ഫസ്മിനയുടെ കാമുകൻ ഇവിടെ തല്ലിയത് എന്നുള്ളത്? എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ തന്നെ ഒരു വോയിസ് ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം. ഇത് ഈ ഫസ്മിനയുടെ ബോയ്ഫ്രണ്ടും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിച്ചിരുന്നത്. ഞാൻ, ഫസ്മിന, വേറെ കുറച്ച് പെമ്പിള്ളേരൊക്കെ ആയിട്ട്. അപ്പോൾ ഫസ്മിന ഇതേ കണക്ക് ഇവനെ 2 ദിവസം കണ്ട് 2 ദിവസം പരിചയപ്പെട്ട് അന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി. എന്നിട്ട് ഇവനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വീട് മാറുന്നൊരു ഇതായി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടിയായപ്പോൾ ഇവള് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് വീട് മാറിക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ വീട് മാറാമെന്ന് വെച്ച് എന്നിട്ട് ഇവളിങ്ങനെ കുറെ ടോക്ക് എടുത്തിട്ട് ഇവിടുന്ന് എന്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടാവും, ഇവിടെ പൈസ, ഇവളിവിടെ ഞങ്ങൾക്ക് പച്ചക്കറിയുടെ അതിന്റെ ഇതിന്റെയൊക്കെ കണക്കൊക്കെ പറഞ്ഞു കുറെ. ശരിയടി, നീ ഞങ്ങൾക്ക് മേടിച്ചെന്ന് എല്ലാ പൈസ ഞങ്ങൾ തിരിച്ചു തരാൻ പറയുമ്പോൾ ഇവള് എന്റെ ഫാമിലിയെ ചീത്ത വിളിച്ചു. അപ്പോൾ ഈ ഷിബിൽ എന്ന് പറഞ്ഞ ചെറുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ അതെനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ റൂമിനകത്തോട്ട് കയറിപ്പോയപ്പോൾ ഇവ റൂമിനകത്തേക്ക് വന്നിട്ട് റൂം ലോക്ക് ചെയ്ത്. അപ്പോൾ ആ റൂമിനകത്ത് ഞാനിവന് മാത്രം, ബാക്കി എല്ലാവരും പുറത്ത് നിന്നുകൊണ്ട് കൊട്ടയായിരുന്നു. ഇവൻ തുറന്നു കൊടുത്തില്ല. എന്നിട്ട് ഇവൻ എന്നെ ബാഗ് എടുത്ത് മണ്ടയ്ക്ക് എറിഞ്ഞ് എന്നെ കുറേ ഉപദ്രവിച്ച് എൻ്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി. എൻ്റെ ആശുപത്രി സ്ഥലത്തൊക്കെ കയറി പിടിച്ചവൻ നല്ല രീതിക്ക് എന്നെ ഉപദ്രവിച്ച്. പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചൊക്കെ ഊരാൻ നോക്കി. മൊത്തത്തിൽ പറഞ്ഞ് എന്നെ റേപ്പ് ചെയ്യാൻ നോക്കി. എന്നിട്ട് അവിടെ നാട്ടുകാർ ഓടി വന്നിട്ടാണ് എന്നെ വെറുതെ വിട്ട. ഓക്കെ, ഫൈൻ. ഇതിന് തന്നെ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവര് തമ്മിൽ റൂം തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലെ? അതിന്റെ ഒടുക്കം വന്നോണം ഫസ്മിനയുടെ കാമുകൻ എന്താക്കി, യസ്മിന എന്ന് പറയുന്ന പെൺകുട്ടിയെ കയറി അങ്ങ് ഉപദ്രവിച്ചു, റേപ്പ് ചെയ്യാൻ നോക്കി എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. എന്തായാലും ഉപദ്രവത്തിനൊടുവിൽ ഈ പറയുന്ന അസ്മിന എന്ന് പറയുന്ന പെൺകുട്ടി എന്താക്കി, നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അങ്ങ് പരാതി കൊടുത്തു. ആ പരാതിക്ക് ശേഷം ആസ്മിയുടെ അമ്മയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വോയിസ് ക്ലിപ്പും ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ പ്രഗ്നന്റ്. അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായാ? നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു അവള്. എന്റെ കാലും കയ്യൊന്നും നീ പിടിക്കുകയൊന്നും വേണ്ട. നീ എന്റെ കാലും, നിന്നെ പോലത്തെ ഒരു പെങ്കൊച്ചല്ലായിരുന്നു അത്. നിനക്ക് ഇത്രയും ദിവസം ബോധത ഉണ്ടായില്ലേ? നീ എന്നെ പറ്റി എന്താണ് ഈ കരുതിയത്? എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാൻ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ? നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണമെന്ന് വിചാരിച്ചായിരുന്നാ? നിന്റെ വീട്ടിലെ എന്റെ ആങ്ങളമാര് പോവാഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിന്നെ പിന്നെ നാടനില്ലാതെ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തവും പറഞ്ഞു. അതുകൊണ്ടാ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരോട് സിയോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത്. നീ ഇനി വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും. പറഞ്ഞ മനസ്സിലായ? നീ ഇനി വിളിക്കരുത്.
ഓക്കെ, അപ്പൊ അതുവരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. ഇവിടെ ഫസ്മിൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ കാര്യം. ആ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, സ്വന്തം ചെക്കൻ പെടുന്ന സമയത്ത് ചില പെണ്ണുങ്ങൾ ഇങ്ങനത്തെ നമ്പറുകളൊക്കെ ഇറക്കാറുണ്ട് കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രഗ്നന്റ് ആണ്, ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അനാഥായി പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ നമ്പർ ഇറക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആൾക്ക് സാധാരണ തോന്നുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു നമ്പർ ഇറക്കിയതാവാനും സാധ്യത ഉണ്ട്. എന്തായാലും വല്ലാത്തൊരു വെളിപ്പെടുത്തലായി പോയത്. ഇനി ഇതേ ഫസ്മിനെ തന്നെ ഈ കേസ് കൊടുത്ത ആസ്മിയുമായി സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിന്റെ വോയിസ് ക്ലിപ്പും കൂടി ഒന്ന് കേട്ടോക്കാം. പറഞ്ഞു എന്തോ എന്തുകൊണ്ടാ കിട്ടാത്തേ? എനിക്കറിയില്ല. ഞാൻ എന്നെ തല്ലിനല്ലേ കേസ് കൊടുത്തേ, ഉപദ്രവിച്ചേ. അണിയാണ് എനിക്ക് പാടൊക്കെ കാണിച്ചു തന്നെ. എനിക്കറിയില്ല എന്റെ ബോഡിയിൽ പാടുണ്ടെന്ന്. പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റാൻ ബോഡി ഫുൾ അവൻ പാടാക്കിയേക്കും. അവൻ എന്നെ ചെയ്യാത്ത ഒന്നുമില്ല വസി. എന്തോ അവൻ എന്റെ വയറ്റിലൊക്കെ ചവിട്ടിയായിരുന്നു. എന്റെ പൊന്നുമോളെ എന്റെ അച്ഛനെ വളർത്തിയിട്ടോ. ഞാൻ ഒരിക്കലും അച്ഛനും കള്ളസത്തി ഇടാറില്ല എന്റെ അച്ഛനെ വെച്ച്. എന്നെ എന്താ എന്തോ ഓക്കെ. നീ പക്ഷെ നിന്റെ ലൈഫ് പോകും. നീ അവനെ കെട്ടുവാണെങ്കിൽ നിന്റെ ലൈഫ് ഉറപ്പായിട്ടും പോകും. എനിക്ക് നിനക്ക് അത്രേ പറയാം. അത് ഓക്കെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം പറ. ഓക്കെ, എനിക്ക് അത്ര ദേഷ്യമുണ്ട്. കാരണം അവനെ നന്നായിട്ട് ഉപദ്രവിച്ച്. അവൻ ഒരിക്കലും ഒരാളുടെ മേത്ത് കൈ വയ്ക്കാൻ ധൈര്യമില്ല. അതിനവൻ പൊങ്ങത്തില്ലാണ് എനിക്ക്. ഒരു പെണ്ണിനെ അവൻ നന്നായിട്ട് തല്ലും. അങ്ങനത്തെ മരുന്നാണ് അവൻ. ഒരു പെണ്ണ് നിന്നെ അവൻ നല്ല രീതിക്ക് ഉപദ്രവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടീ നീ പ്രഗ്നന്റ് ആണ്, ഓക്കെ. പക്ഷെ ഓക്കെ, അതാണ്. അപ്പൊ താൻ 5 ആഴ്ച പ്രഗ്നന്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ ഫസ്മിന് പറയുന്നത് അല്ലെ. എന്തായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെ. എന്തായാലും ഇവിടെ ആസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടി ഫസ്മിനയുടെ കാമുകനെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തെങ്കിൽ കൂടിയും ആ കേസ് അങ്ങ് തൂറ്റിപ്പോയി എന്നുള്ളതാണ്. കാരണം ഈ സംഭവം കണ്ടു നിന്ന് ദൃസാക്ഷിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഹണി എന്ന് പറയുന്ന പെൺകുട്ടി. ഇവരുടെ റൂംമേറ്റ് തന്നെയാണ്. ആ പെൺകുട്ടിയുടെ മൊഴി പോലീസ് എടുത്ത സമയത്ത് ഈ പെൺകുട്ടി എന്താക്കി, അങ്ങ് മൊഴി മാറ്റി പറഞ്ഞു എന്നുള്ളതാണ് ആസ്മിനെ പറയുന്നത്. അതോടുകൂടി ഈ കേസ് അങ്ങ് ദുർബലപ്പെട്ടു പോയി. അതിനെക്കുറിച്ച് ആസ്മിൻ തന്നെ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. നമുക്ക് എന്തായാലും കൂടി ഒന്ന് കണ്ടോക്കാം. ഞാൻ കൊണ്ട് കേസ് കൊടുത്തു. എന്റെ അമ്മ പറഞ്ഞു കൊണ്ട് കേസ് വെച്ചോണ്ടിരിക്കണ്ടാണ്. അങ്ങനെ ഞാൻ കേസ് കൊടുത്തപ്പോ ഈ എന്നെ തല്ലുന്ന കണ്ട ഒരു സാക്ഷി മാത്രം, ഹണി മാത്രമേ ഉണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ട്. ഇവള് വന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു. ഇങ്ങനെ ഫസ്മിനയുടെ കൂടെ നിന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞു എന്നെ ഒന്നും ചെയ്തില്ല എന്ന് കള്ളത്തരം പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് ഇവള് ഈ ക്ലിപ്പെല്ലാം എടുത്ത് ഓഡിയോ ഒക്കെ ഇട്ട്. അത്രേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാനകത്ത് ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല. പിന്നെന്താ, പിന്നെ അതിനുശേഷം ഫസ്മിനെ എന്നെ നല്ല രീതിക്ക് ഭീഷണിപ്പെടുത്തുന്നു. നല്ലോണം അവള് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്താ ഞാൻ ലഹരിയൊക്കെ യൂസ് ചെയ്യുന്ന പെങ്കൊച്ചാണ്, മറ്റിടത്തൊക്കെ അനാവശ്യമൊക്കെയാണ് പറഞ്ഞു നടക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. ഞാൻ ഡ്രസ്സ് മാറുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അനാവശ്യ കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞു നടക്കും. അപ്പൊ അതാണ്. അപ്പൊ ഈ സംഭവത്തിന് ശേഷം ആസ്മിൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ വൻ രീതിയിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആസ്മിനെ വെളിപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ആസ്മിൻ പറയുന്നുണ്ട്. ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്ക് കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഫസ്മിനെയും കുറച്ച് സുഹൃത്തുക്കളും കൂടി ഒരുമിച്ച് റൂം ഷെയർ ചെയ്ത് താമസിക്കുകയായിരുന്നു. അതിനിടക്കാണ് ഫസ്മിനെ മറ്റൊരുത്തരുമായി പ്രണയത്തിലാവുന്നത്. അതിനുശേഷം അവൾ എന്താക്കുന്നു, ആ സുഹൃത്തുക്കൾക്കിടയിലേക്ക് ഇവനെ കൊണ്ടുവരുന്നു, ഇവരുടെ കൂടെ കയറ്റി താമസിപ്പിക്കുന്നു. പിന്നീട് കുറച്ച് കാര്യങ്ങൾക്ക് ശേഷം റൂം ഷെയറിംഗുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ കുറച്ച് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ വാക്ക് തർക്കത്തിനൊടുവിൽ ഫസ്മിനയുടെ കാമുകൻ ആസ്മിന എന്ന് പറയുന്ന റൂം ചേരുന്ന മറ്റൊരു കൂട്ടുകാരിയെ കയറി തല്ലുന്നു, ദ്രോഹിക്കുന്നു, ഉപദ്രവിക്കുന്നു. അത് ഈ പെൺകുട്ടി കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. അങ്ങനെ ഈ സംഭവം പോലീസ് സ്റ്റേഷനിലെ കേസായപ്പോ ഈ പെൺകുട്ടിയെ ഫസ്മിനയുടെ കാമുകൻ തല്ലുന്നത് കണ്ടു നിന്ന ദൃസാക്ഷിയായിട്ടുള്ള മറ്റൊരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ വന്ന് മൊഴി മാറ്റി പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് ദുർബലപ്പെട്ടു പോകുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ഈ പെൺകുട്ടി എല്ലാ വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എടുത്തിടുന്നു. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഫർദർ അപ്ഡേറ്റുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.